ചിലരുടെ വിചാരം 4 ഇയർ കോഴ്സസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രീസിന് മാത്രമേ ജർമ്മനി പോയി മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു ക്ലാരിഫിക്കേഷൻ? അത് ശരിക്കും ഒരു മിത്താണ്. അത് പ്രോപ്പർ ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അതായത് ഫിസിക്സ്, ഇപ്പോൾ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റില്ല. ചില കൺട്രീസ് ഉണ്ട് 3 ഇയർ ഡിഗ്രി ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ജർമ്മനിയുടെ കേസിൽ ദർ ഇസ് നോ സച്ച് പ്രോബ്ലം. അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡഡ് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ക്രെഡിറ്റ്സിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ, അതെ, അതിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇൻടേക്കിലേക്ക് നമുക്ക് മാത്തമാറ്റിക്സിൽ 2-3 പേർക്ക്, അതും KIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ വരെ അഡ്മിഷൻ കിട്ടിയ ആളുണ്ട് മാത്തമാറ്റിക്സ് വെച്ചിട്ട്. ആൻഡ് ഹി ഡസന്റ് ഹാവ് എ വെരി ഗ്രേറ്റ് CGPA ആൻഡ് ആൾ. ആൾക്ക് 4 ഓഫർ ലെറ്റർ എങ്ങാനുണ്ട്. സി അതിൽ ആക്ച്വലി വി ഹാവ് എ എൻമൈൻസ്. അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ മാത്രം ഒരു കുട്ടിക്ക് കൊടുക്കുമ്പം നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ആളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് വാട്ട് വി ട്രൈ ടു ഡു ഇസ് ആക്ച്വലി ട്രൈ ടു ഗെറ്റ് ദം 2 or 3 അഡ്മിഷൻസ്. അപ്പോൾ അത്യാവശ്യം ആൾക്ക് സെലക്റ്റീവ് ആവാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 2 സ്ഥലത്തും നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വി ആർ ഗിവിംഗ് ദം ആൻഡ് കംപ്ലീറ്റ് ആക്സസ്. ഇതെങ്ങനെ റിസർച്ച് ചെയ്യണം, എന്താണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ഓഫർ ലെറ്റർ 3-4 കിട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം.